കെ രാഗേഷ് ഒരു കാര്യം മനസ്സിലാക്കണം. രാഗേഷ് ജനിക്കുമ്പോൾ ഞാൻ ഈ ശ്രീകണ്ഠാപുരം പാർട്ടി സെക്രട്ടറി ആയിട്ട് കുന്നും മലയും കയറി കാൽനടയായി നടന്ന് പാർട്ടി കെട്ടിപ്പടുക്കായിട്ടുള്ളത്. ഭീഷണി വേണ്ട. ഭീഷണി ഞാൻ ഈ പത്രത്തിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തി എന്നാൽ കൂടി വന്ന എന്താ സംഭവിക്കാന്ന് എനിക്കറിയാലോ. അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ. സുധാകരനോട് 1.25 ലക്ഷം വോട്ടിന് തോറ്റ് മൂലക്കിരുന്ന നീ അവസാനം രാജ്യസഭയിൽ കൊണ്ടിരുത്തി MP ആക്കി. എനിക്കതൊന്നും പാർലമെന്ററി മോഹമൊന്നുമില്ല. എന്നെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എന്റെ പൊന്നു രാജേഷ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങളെല്ലാം പാർലമെന്റിലും അവിടെയും പോയി ഇത് ചെയ്യുമ്പോൾ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടി ജോലി രാജിവെച്ച് പ്രവർത്തിക്കായിരുന്നു, മുഴുവൻ സമയം പ്രവർത്തിക്കായിരുന്നു എന്ന കാര്യം ഓർക്കണം. ഞാൻ നിങ്ങൾക്കെതിരായിട്ടൊരു ആർക്കെതിരായിട്ടും വ്യക്തിപരമായിട്ടൊരു കാര്യം ഉന്നയിക്കാൻ തയ്യാറില്ല. എനിക്ക് പറയാൻ ഒരുപാടുകളുണ്ട്, അത് പറയിപ്പിക്കരുത് ഞാൻ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി വന്നപ്പോൾ പറഞ്ഞത് അവസരവാദത്തിന്റെ പൂർത്തീകരണം ആണ്. ടി.കെ. ഗോപി പേര് പറഞ്ഞിട്ടില്ല, താങ്കളെ ഉദ്ദേശിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഈ 60 വർഷം കഴിഞ്ഞ് 75 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ അവസരവാദി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ 3 തവണ MLA ആയിരുന്ന ആള് 4ാം തവണ തന്റെ ഭാര്യ ആയിരിക്കണമെന്ന നെറികെട്ട നിലപാടിനിടെ എന്താ നിങ്ങൾ മിണ്ടാത്തത്? അതല്ലേ അവസരവാദം? ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സെക്രട്ടറി ഭാര്യ തന്നെ വേണം ഇവിടെ വിപ്ലവം നയിക്കാന്നാണോ ധരിക്കുന്നത്? വേറൊരാളായ എന്താ? ഈ അവസരവാദ നിലപാട് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഇവിടെ നടപ്പിലാക്കുമ്പം അതല്ലേ ജനം ചോദ്യം ചെയ്യുന്നത്? അത് ചോദ്യം ചെയ്യുമ്പം എന്നെ അവസരവാദി, പാർലമെന്ററി മോഹി, സ്ഥാനമോഹി എന്നൊക്കെ പറഞ്ഞ് അതിശയിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഗ്യാസ് സിലിണ്ടർ ചിഹ്നം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ കണ്ടോ, ഇപ്പൊ എനിക്ക് ജനപിന്തുണയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞ് നടക്കുന്നത്. ഭാര്യയുള്ളൂ കൂടെ. അത് നമുക്ക് 4ാം തീയതി കഴിഞ്ഞാൽ കാണാം ആരൊക്കെ കൂടി ഉണ്ടായിരുന്നു എന്താണ് എന്നുള്ളത്. 4ാം തീയതി കഴിഞ്ഞാൽ രാജേഷിന് ബോധ്യപ്പെടും. വ്യാജ ഐഡന്റിറ്റി കാർഡ് പ്രിന്റ് ചെയ്യുന്ന CPM എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. പിന്നീട് പോലീസ് പരിശോധന നടത്തി. താങ്കൾ തെറ്റായ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയെന്ന് ഞാനല്ല പറഞ്ഞിട്ടുള്ളത്, UDF അല്ല പറഞ്ഞിട്ടുള്ളത്. എവിടുന്നോ അവർക്ക് കിട്ടിയ വിവരമാണ്. അത് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് CPM-കാരനെയാണ്. ഞാനൊരു പരാതിയും കൊടുത്തിട്ടില്ല. ഇവിടെ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്താൽ ജയിക്കില്ല എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിട്ടുണ്ട്. ആ ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാന്നുള്ള ഗൂഢാലോചന ഇപ്പൊ അവർ നടത്തി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലില്ലാത്ത ആളുകളുടെ ID കാർഡ് ശേഖരിക്കുക, ഇതുപോലെയുള്ള പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ പരാജയ ഭീതി എന്ന് വരുന്നതാണ്. തുടർച്ചയായി നുണകൾ പറയുന്നു എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം പാർട്ടിക്കെതിരെ കൂടുതൽ പ്രകോപനത്തിന് വരേണ്ടതില്ല, ഒരു താക്കീതോ മുന്നറിയിപ്പോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നുണയുണ്ടെങ്കിൽ ഞാൻ ജില്ലാ സെക്രട്ടറിനെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യം എന്താണ് നുണ? ജില്ലാ കമ്മിറ്റി ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടുണ്ടോ പറയട്ടെ. മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ പറയട്ടെ. ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടോ പറയട്ടെ. ഞാൻ പറയുന്ന നുണയാണെങ്കിൽ പറയട്ടെ.